ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കെരാറ്റോകോണസിനെ കുറിച്ചാണ്. എന്താണ് കെരാറ്റോകോണസ്? നമ്മുടെ കണ്ണിലെ കോർണിയ അഥവാ നേത്രപടലത്തിന് കട്ടി കുറഞ്ഞ് മുന്നിലേക്ക് കോൺ ഷേപ്പിൽ ബൾജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് കെരാറ്റോകോണസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കെരാറ്റോകോണസ് വരുന്നത് എന്ന് വെച്ചാൽ ഇതുവരെ നമുക്കത് 100% പറയാൻ സാധിച്ചിട്ടില്ല. ചില പ്രധാന കാരണങ്ങളും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കെരാറ്റോകോണസ് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. കെരാറ്റോ എന്ന് പറഞ്ഞാൽ കോർണിയ എന്നും കോണസ് എന്ന് പറഞ്ഞാൽ കോൺ ഷേപ്പ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ഇത് പ്രധാനമായിട്ടും എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അലർജി മൂലം സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവരിലും അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ട്സ് ആയിട്ട് ജീൻ ടു ജീനിലേക്കും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ കണ്ണിനകത്തുള്ള ചില കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഡിസോർഡേഴ്സ് മൂലവും നമ്മുടെ കോർണിയ എന്തെങ്കിലും കാരണത്താൽ ഡാമേജ് ആയിട്ടുള്ളവരിലും ഇത് കെരാറ്റോകോണസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കാണിക്കുന്നത് നമുക്ക് വിഷൻ ബ്ലേർഡായിട്ട് വരിക, ഡബിൾ വിഷൻ വരിക, അതായത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് രണ്ടായിട്ട് കാണുന്നൊരവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടർ പവർ, നമ്മുടെ കണ്ണിനകത്ത് ഒരു സിലിണ്ടർ പവർ പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ പവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്നവരിൽ പെട്ടെന്ന് സിലിണ്ടർ പവർ പെട്ടെന്ന് ചേഞ്ച് ആവുക, സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവർ, അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ട്, കണ്ണട വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ പവർ പെട്ടെന്നായിട്ട് മാറുന്നുണ്ട്, സിലിണ്ടർ പവറിൽ പെട്ടെന്ന് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഒരു കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ടോപ്പോഗ്രാഫി അല്ലെങ്കിൽ പെൻഡോക്യാം സ്കാൻ പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഏർലി സ്റ്റേജിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നമുക്കൊരു കണ്ണടയിലൂടെയോ അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസിലൂടെയോ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. 2 ടൈപ്പ് കോൺടാക്ട് ലെൻസ് ആണ് കെരാറ്റോകോണസിൻ്റെ സ്റ്റേജിൽ നമ്മൾ വെക്കുന്നത്. ഒന്ന് RGP, പിന്നെ വരുന്നത് ഒരു സ്ക്ലീറൽ കോൺടാക്ട് ലെൻസ്. ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ സാധിക്കും. 10 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവരിലാണ് കെരാറ്റോകോണസ് വരാനുള്ള ചാൻസ് കൂടുതൽ. നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്യാണ്. സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവർ അല്ലെങ്കിൽ ഡ്രൈനെസ് കൊണ്ടിട്ട് കണ്ണ് തിരുമുന്നവർ, കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണ് പ്രസ് ചെയ്ത് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അവരിലേക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവർ ഒരു കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മോഡറേറ്റ് സ്റ്റേജ് ടു സിവിയർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് C3R അല്ലെങ്കിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ കോർണിയയ്ക്ക് ഇതുപോലെ ഷേപ്പിൽ വ്യത്യാസം വന്ന് ബൾജിങ് വന്നതിന് ശേഷം ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷൻ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വിഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫും നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവരോട് മാത്രമാണ് എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് കാണണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഡോക്ടർ പറയുന്ന പോലെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികളിലായാലും യുവാക്കളിലായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾക്ക് വിഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.